ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC മുൻ വർഷങ്ങളിലായി ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അടുത്ത എക്സാമിന് നമുക്കത് വളരെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അയ്യങ്കാളി. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം ഇതാണ്. സൗരയുധത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആര്? സൗരയുധത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിക്കോളാസ് കോപ്പർനിക്കസ്. സൗരയുധത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയതാരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ്. അടുത്ത ചോദ്യം ഇതാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇടമലക്കുടി. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്താണ് ഇടമലക്കുടി. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ 5-നാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആനി ബസന്റ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിതയാണ് ആനി ബസന്റ്. അടുത്ത ചോദ്യം നോക്കാം. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, അഭിലാഷ് ടോമി. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികനാണ് അഭിലാഷ് ടോമി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ചോദ്യം ഇതാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. അടുത്തത് നോക്കൂ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. ലണ്ടനിൽ നടന്ന
3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്? ഉത്തരം ഓപ്ഷൻ എ ആണ് BR അംബേദ്കർ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് BR അംബേദ്കർ. അടുത്ത ചോദ്യം നോക്കാം. പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സംഘടന രൂപീകരിച്ചതാര്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സംഘടന രൂപീകരിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സംഘടന രൂപീകരിച്ചത് പൊയ്കയിൽ കുമാരഗുരുദേവൻ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ അസഫ് അലിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കൂടെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അടുത്ത ചോദ്യം ഇതാണ്. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം? സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കുട്ടനാട്. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശമാണ് കുട്ടനാട്. അടുത്ത ചോദ്യം. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആര്? കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ് ജഹാംഗീർ. അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. അടുത്ത ചോദ്യം നോക്കാം. ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ഉത്തരം ഇതാണ് ഓപ്ഷൻ ഡി ജീവകം സി. ജീവകം സി എന്ന പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കായി തന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി? ഇതായിരുന്നു ചോദ്യം. ഓപ്ഷൻസ് ഭഗത് സിംഗ്, മംഗൽ പാണ്ഡെ, ചന്ദ്രശേഖർ ആസാദ്, വൈക്കം ഖാദർ. ഇതിൽ ശരിയായ ഉത്തരം മംഗൽ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൽ പാണ്ഡെ. ഇനി ഇന്നത്തെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കാം. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻസ് വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ കൂടുതൽ വീഡിയോസ് ആവശ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്തോളൂ. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.